Hello friends, welcome to Riya's Kitchen Vibes. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു തോരനാണ്. പയർ വെച്ചിട്ട് ഉണ്ടാക്കാവുന്ന ഒരു തോരൻ. എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയായിരിക്കും, എന്നാലും അറിയാൻ വയ്യാതെ പുതിയതായിട്ട് പാചകമൊക്കെ തുടങ്ങുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഈ റെസിപ്പി കാണിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ തോരനായതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണിൻ്റെ അടുക്കൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരണം. എല്ലാം ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങുവാണെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. ഇപ്പോൾ ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2-3 വറ്റൽമുളക് കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയറാണ്. ഞാൻ പയർ അരിഞ്ഞെടുത്തിരിക്കുന്നുണ്ട്, ഇതുപോലാണ് കേട്ടോ. ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതൊരു 1/4 കിലോ പയറുണ്ട്. ഈ എണ്ണയിലിട്ട് ഈ പയർ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. പയറായതുകൊണ്ട് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ ആയി വരും. ഇതിലേക്ക് ഒരു സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഈ തോരൻ്റെ അകത്ത് സവോള ചേർക്കാറില്ല. ഞങ്ങളൊക്കെ സവോള ചേർത്തിട്ടാണ് തോരൻ വെക്കുന്നത്. നിങ്ങൾക്ക് സവോള ഇഷ്ടമല്ലെങ്കിൽ സവോള ഒഴിവാക്കാവുന്നതാണ്. ഈ തോരൻ്റെ അകത്ത് വെളുത്തുള്ളി ചേർക്കുന്നവരുണ്ട്, പക്ഷെ ഞാനിവിടെ വെളുത്തുള്ളി ചേർത്തിട്ടില്ല. എല്ലാം കൂടെ കിടന്ന് വഴണ്ട് വന്നോളും. ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ തോരനിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല. ഈ എണ്ണയ്ക്കകത്ത് കിടന്നിട്ടാണ് ഈ പയർ നന്നായിട്ട് വെന്ത് വരേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഈ പയർ ആകെ അങ്ങ് കുഴഞ്ഞ് ഒരു വല്ലാത്ത ഒരു ടേസ്റ്റായി പോവും. ഇങ്ങനെ എണ്ണ കിടന്ന് പാകത്തിന് വെന്ത് അങ്ങനെ വരുമ്പോൾ നല്ല രുചിയായിരിക്കും തോരൻ കഴിക്കാനായിട്ട്. ഇതെല്ലാം കൂടെ കിടന്ന് ഒന്ന് വഴണ്ട് വരണം. എന്നിട്ടാണ് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ അരപ്പ് അരച്ചു വെച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതെടുത്ത് അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 4 പച്ചമുളകും കൂടെ ചേർത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുമല്ല, ഒന്ന് ചതച്ചാൽ മതി, അരഞ്ഞു പോവണ്ട. അരയ്ക്കാതെയും ചേർക്കുന്നവരുണ്ട് കേട്ടോ. വെറുതെ കൈകൊണ്ട് ഞെരുടി ചേർക്കുന്നവരുണ്ട്. അങ്ങനെ ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. പലരും പല രീതിയിലാണ് തോരൻ വെക്കുന്നത്. ഞാനിപ്പം പച്ചമുളകൊക്കെ ഈ അരപ്പിൻ്റെ അകത്ത് അരച്ചെടുത്തേക്കുവാണ്. എന്നാൽ അങ്ങനെ ചെയ്യാതെ എളുപ്പത്തിന് വേണ്ടിയിട്ട് പച്ചമുളക് ഈ പയറിൻ്റെ കൂട്ടത്തിൽ തന്നെ അരിഞ്ഞിടുന്നവരുണ്ട്. ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പം ഞാനിപ്പം നോക്കിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ രീതി ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പം ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ചെറുതായിട്ട് വാടിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെക്കാം. അരപ്പ് ഈ സമയത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യേണ്ട, ഒന്ന് തട്ടിപ്പൊത്തി വെച്ചാൽ മതിയേ. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് വെള്ളം ചേർക്കോ വെള്ളം കുടഞ്ഞു കൊടുക്കോ ഒന്നും ചെയ്യണ്ട. ഇത് ആ എണ്ണയ്ക്കകത്തിരുന്ന് വെന്തോളും. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി വെക്കണേ. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാം. ഇച്ചിരി ഒന്ന് കഴിയട്ടെ. ഈ രീതിക്ക് ഇരുന്ന് ഒന്ന് വെന്ത് വരട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഏത് ടൈപ്പിലെ പയർ വേണേലും നമുക്ക് ഈ രീതി ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതെന്തായിന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇത്രയും സമയം കൊണ്ട് പയർ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് തോർത്തിയെടുക്കണം. വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ലെങ്കിലും ഇതിലൊരു ലേശം വെള്ളമായി നിൽക്കുന്നുണ്ട്. ഉപ്പ് നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പം ലേശം ഉപ്പ് കുറവാണ്, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലോട്ട് ഇട്ട് 1-2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ കൂടുതലായിട്ട് നിൽക്കുന്ന വെള്ളമയൊക്കെ അങ്ങ് പൊക്കോളും. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണിത്. ഇപ്പോൾ തോരനായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു തോരനാണ് ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത്. പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രീതി ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ പുതിയതായിട്ട് പാചകം പഠിച്ചു വരുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്കൂടി ഈ വീഡിയോ സഹായമാവുമെന്ന് വിചാരിക്കുന്നു. പിന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻ്റ് ആയിട്ട് എഴുതുക. ഞാൻ വായിച്ചിട്ട് റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇനി അടിപൊളി ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.